അവർ അപ്പോസ്തലന്മാരുടെ അടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് അസ്മാരോഗ്യം കൊണ്ടുവന്നിട്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല. അപ്പം അപ്പോസ്തലന്മാർ വിശ്വാസം ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും ഈ അവിശ്വാസമാണ്. ചില ട്യൂബിൽ വരുന്ന സാധനങ്ങളില്ലേ, അതിൻ്റെ പകുതിയെ അതിൻ്റെ അകത്ത് ഇപ്പം എന്തായാലും പകുതിയോ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം ആ ട്യൂബ് നേരെ ഇരിക്കാൻ വേണ്ടി അവർ ഗ്യാസ് കയറ്റി വിടുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്കും വരുന്നൊരു വിഷയം ഇതാണ്. അലമുറയിട്ടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈശോ ഓരോ പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക്. നമുക്ക് ഈ പ്രോബ്ലമൊക്കെ ഉണ്ടാകണില്ലേ, നമ്മൾ തോറ്റുപോയാലും ദൈവത്തിന് ലാഭമാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ആ അപസ്മാരോഗ്യം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ, അവരിവരെ മണ്ണ് കുത്തി കയറിഞ്ഞ് ആപ്പെടുന്ന ആശകോടാലിയായിട്ട് അത് പിരിയണത്. അപ്പോൾ ഇവർ ചമ്മി അടപ്പ് തീർച്ചയായിരുന്നു അപ്പോസ്തലന്മാർ. പിന്നെ ഈശോ പറഞ്ഞ് അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വന്ന് അവനെ സുഖപ്പെടുത്തി. വീട്ടിലിരുന്നപ്പോൾ അവർ ചോദിച്ചേ, അവർക്കിങ്ങനെ ചോദിച്ചു ഓങ്ങി നിൽക്കിയിരുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവരെ അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? മത്തായി 17:19-20. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടെന്നാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അത് ഇവർക്ക് അപ്പോസ്തലന്മാരാണെങ്കിലും ബേസിക്കായിട്ട് അല്പവിശ്വാസികളാണ് ഈ കക്ഷികൾ. അത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കിയത്. ഈശോ ഉണ്ടാക്കിയ പ്രോബ്ലമാണത്. ഈശോ ഒരു ആബ്സെൻസിൽ താബോർ മലയിലേക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ്. ചില സമയത്ത് ഈശോ നമ്മളോട് ഇങ്ങനെ തന്നെ ചെയ്യും. ഒരാഴ്ചയ്ക്ക് കർത്താവിനെ കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല. അയ്യോ ദൈവം നമ്മൾ കൈവിട്ട, പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നൊക്കെ പറയും. നിങ്ങൾ ഓർത്തേക്കണം കേട്ടാ. അതായത് അയ്യോ ദൈവം എന്നെ കൈവിട്ട, പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈനെസ് തോന്നിയാൽ